ഷാലോമിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നാഗാലാൻഡ് മിഷനിലേക്ക് സ്വാഗതം. ചരിത്രത്തെ രണ്ടായി പകുത്തുകൊണ്ടാണ് യേശു തൻ്റെ ഭൗതിക സാന്നിധ്യം ഈ ഭൂമിയിൽ പ്രകടമാക്കിയത്. അതിന് ആത്മീയമായ മറ്റൊരു മാനം കൂടിയുണ്ട്. അതാവട്ടെ സുവിശേഷത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ യേശുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്നത്. അത് കേവലം മതപ്രചരണമല്ല, മറിച്ച് സ്നേഹമാണ്. വൈവിധ്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കലവറയാണ് നമ്മുടെ ഭാരതം. നാനാത്വത്തിലെ ഈ സാഹോദര്യത്തിന് ഒരു ക്രൈസ്തവ പാരമ്പര്യമുണ്ട്. അതിനാകട്ടെ നൂറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്.
ജംബുദ്വീപം എന്ന ഭാരതഭൂവിലെ ഏറ്റവും സുന്ദരവും സമൃദ്ധവുമായ പ്രദേശങ്ങളാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നാഗാലാൻഡ്. Northeast India, the Nokraek Peak and Loktak Lake. Northeast India, Sora rains and Simsang reels, the Manas, the Bhutan hills, oh, the Mosme caves and Numyong Ridge. There are 100 tongues and 100 tribes. See this land and feel its emotions. There's love in every heart. It's a paradise on earth, yeah. Northeast India. ഈ ദേശത്തെ ക്രൈസ്തവ സാന്നിധ്യത്തിൻ്റെ ധീരവും സഹനപൂർണവുമായ വിശ്വാസ ചരിത്ര സാക്ഷ്യങ്ങളാണ് ഇനി പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. ഈ ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. Nagaland is a very challenging mission because first and foremost, the culturally, linguistically, racially, the people are totally different from the rest of India. And being tribal, and there are 16 major tribes, to put them together, lead them together as one community is not easy because the tribalism is very strong among these people. നാഗാലാൻഡ് ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമാണ്. ഇത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ഈ ചെറിയ സംസ്ഥാനം അറിയപ്പെടുന്ന ഒരു ഹിൽ സ്റ്റേറ്റ്സ് ആണ്. ഈ ഹിൽ സ്റ്റേറ്റ്സിൽ 16 ട്രൈബ്സ് ഉണ്ട്. ആ 16 ട്രൈബ്സും പല ട്രൈബൽ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ എല്ലാ ട്രൈബിലും നമുക്ക് കത്തോലിക്കരുണ്ട്. ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ളത് അങ്കാമി, ലോത്ത എന്ന് പറയുന്ന ഈ 2 ട്രൈബിലാണ്. ഈ ട്രൈബിൽ നിന്ന് ഇന്ന് വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, കത്തോലിക്ക ലീഡേഴ്സ് ഉണ്ട്. ഭൂരിഭാഗവും കത്തോലിക്കർ പാവപ്പെട്ട ജനങ്ങളാണ്. ഏറെ സംശയങ്ങളും തെറ്റിദ്ധാരണകളും നിറഞ്ഞ ദേശമാണ് നാഗാലാൻഡ്. മരച്ചില്ലകളുടെ ഉയരത്തു നിന്നും പാഞ്ഞു വരുന്ന വിഷം പുരട്ടിയ അമ്പുകൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ്. നരഭോജികളെ പോലെ പ്രാകൃതന്മാരായ കുറേ ആളുകളുടെ ദേശമെന്നാണ് നാം അവയെ കരുതി വച്ചിരിക്കുന്നത്. എന്നാൽ പൊടിപ്പും തൊങ്ങലും വെച്ച ഒളിനാഗന്മാരുടെ ഈ കഥകൾക്കപ്പുറമാണ് യാഥാർത്ഥ്യം.
ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കൊപ്പം ഇന്ത്യയിലെത്തിയ അമേരിക്കൻ മിഷണറിമാരാണ് നാഗന്മാരെ മെരുക്കിയെടുത്തത്. തലകൊയ്യിൽ വിനോദമാക്കിയ ഒരു സമൂഹത്തെ ആത്മാക്കളെ പിടിക്കുന്നവരാക്കി മാറ്റിയ ഈ മിഷണറിമാരുടെ ദൗത്യം ദൈവനിയോഗം തന്നെ. നാഗാലാൻഡിൽ മൊത്തം എടുത്താൽ നമുക്ക് 17 ഗോത്രങ്ങളാണുള്ളത്. അതിൻ്റെ ഉള്ളൊരു സബ് ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സബ് ട്രൈബ്സ് നമ്മൾ പറയുന്നു. ഓരോ ട്രൈബിനും ഓരോ ഭാഷകൾ, അവരുടേതായ ആചാരങ്ങൾ, അവരുടേതായ ഉത്സവങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങളായിട്ടും പുറത്തു നോക്കിയാൽ എല്ലാവരും ഒരുപോലെ. പക്ഷേ ഓരോ ഗോത്രമായിട്ട് ബന്ധപ്പെടുന്ന അതിൻ്റേതായ പ്രത്യേകതകളും ഇതൊക്കെയുണ്ട്. നാഗാലാൻഡിൽ നമ്മൾ കത്തോലിക്ക സഭയുടെ തുടക്കം എന്ന് പറയുന്നത് 1948 ശരിക്കും. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ബ്രിട്ടീഷുകാരും ജാപ്പനീസും തമ്മിൽ യുദ്ധം ചെയ്തതിൽ ബ്രിട്ടീഷുകാർ ജയിച്ചു. അപ്പോൾ അവരെ സഹായിച്ചതിൻ്റെ പേരിൽ, നാഗാസഭരെ സഹായിച്ചതിൻ്റെ പേരിൽ അവർക്കൊരു പാരിതോഷികമായിട്ടാണ് അവർ ആശുപത്രി തുടങ്ങുന്നത് കൊഹിമയിൽ. അപ്പോൾ അതിൽ ജോലി ചെയ്യാനായിട്ട് അന്നത്തെ ഗവർണർ, ആസാമിൻ്റെ ഗവർണറായിരുന്നു, ഷില്ലോങ്ങിൻ്റെ രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പിനോട് ചോദിച്ചു ഇങ്ങനെ നേഴ്സിനെ തരാമോ എന്ന്. അങ്ങനെയൊക്കെയാണ് ഈ നേഴ്സ് വരുന്നതും അവരുടെ കൂടെ ഒരു അച്ഛൻ വരുന്നതും. അങ്ങനെ കത്തോലിക്ക സഭയുടെ ഒരു തുടക്കം അവിടെയാണ്. അതേസമയം നാഗാലാൻഡിൻ്റെ മറ്റൊരു ഭാഗത്ത് സലേഷ്യൻസ് മിഷണറീസായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ഭാഗത്തും ഇതുപോലെ ഒരു എൻട്രി പോലെ നടക്കണ്ടായിരുന്നു നാഗാലാൻഡിലോട്ട്. അങ്ങനെ 1951 ശരിക്കും ആദ്യമായിട്ട് മാമോദിസ സ്വീകരിക്കുന്നതും കത്തോലിക്ക സഭയുടെ ശരിക്കും ഒരു തുടക്കം എന്ന് പറയാം. അമേരിക്കൻ മിഷണറിമാർ തുടങ്ങി വെച്ച സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം കത്തോലിക്ക മിഷനും ഇവിടെ സമാരംഭിച്ചു. എന്നാൽ അതിന് വഴിമരുന്നായത് സാന്ദർഭികവശാൽ 2ാം ലോക മഹായുദ്ധമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കൻ ബാപ്റ്റിസ്റ്റുകൾ ഉഴുതുമറിച്ച നാഗാമണ്ണിലാണ് യഥാകാലം കത്തോലിക്ക മിഷൻ ദൈവവചനത്തിൻ്റെ വിത്തുകൾ വിതച്ചത്. അത് നൂറുമേനി വിളവ് കൊയ്യാനിടയാക്കിയത് 2ാം ലോകമഹായുദ്ധമാണ്. ഇത് ആകസ്മികതയല്ല, മറിച്ച് ദൈവിക പദ്ധതി തന്നെയാണ്. ചില യുദ്ധങ്ങൾ അങ്ങനെയാണ്. അത് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ സമാധാനമാണ്. അത് തന്നെയാണ് നാഗാലാൻഡിലും സംഭവിച്ചത്. The Catholic Church began in Nagaland, as I said, by chance, because during the Second World War, the Nagas had supported the British government against the Japanese. And if you come to Kohima, there's a beautiful war cemetery today with the inscription at the entrance that says this way: when you go home, tell of us that for your tomorrow we gave our today. When you go home, tell of us that for your tomorrow we gave our today. Now, as a reward for supporting during the World War, the British government built a hospital for them in Kohima, which is called the Naga Hospital, which is the biggest hospital even today in Nagaland. Now, to run that hospital as early as 1948, there was nobody. Therefore, the governor of Assam invited or requested to the Archbishop of Shillong whether he could find out either some religious sisters or religious brothers to run the hospital. Finally, the Archbishop managed to get 2 sisters from Spain belonging to the Missionary Sisters of Christ Jesus, who came along with a chaplain and Italian priest, Monsignor Bards, to run the hospital. But they were told not to preach Catholic faith, because by the time most of the Nagas had become Baptists, the American Baptists. And therefore, they were told not to preach about Catholic faith, but only administer the hospital.
And the sisters write in their memoirs that whenever they went into the villages, they used to bury medals or crucifixes secretly, hoping that the church will grow, Catholic Church will grow. And that's what happened. You know, after 3 years, they left the place because of the rule, which was very stringent. So in 1952, they left the place, but by then, the priest they were able to convert a handful of boys and get them baptized. Though the sisters went away, the father remained with look after this community. And that's how the Catholic Church began slowly in this part of Nagaland. At the same time, simultaneously, from a village called Lakuti, from another tribe, Lotha tribe, some people broke away from the Catholic Church and they wanted to become Catholics. So gradually, they also went to Assam, got instructed, and then in 1952, they were able to put up their own small church and celebrate the first Christmas. And that's how from two tribes, the Catholic Church began almost simultaneously. That was in 1952 December. നാഗാലാൻഡിൽ ക്രൈസ്തവ സാന്നിധ്യം തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. കൽക്കട്ട കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1820കളുടെ തുടക്കത്തിലും 30കളിലുമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ തങ്ങളുടെ കൊടിക്കീഴിലാക്കാൻ അവർ അശ്വമേധം തുടങ്ങി. ഇതിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് പടത്തലവന്മാരായ ക്യാപ്റ്റൻ ഫ്രാൻസിസും ക്യാപ്റ്റൻ പെമ്പർട്ടനും കൂടി അസമിൽ നിന്നും മണിപ്പൂരിലേക്ക് ഒരു പുതിയ പാത കണ്ടെത്തുന്നു. പിന്നീട് മണിപ്പൂർ രാജാവിൻ്റെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ നാഗാലാൻഡിനെ കീഴടക്കാൻ ശ്രമിച്ചു. ഒറ്റപ്പെട്ട വിജയങ്ങൾ ഉണ്ടായെങ്കിലും ധീരയോദ്ധാക്കളായ നാഗന്മാരുടെ മുൻപിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുട്ടുമടക്കേണ്ടി വന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിർണായക സംഭവമായിരുന്നു കൊഹിമയിലെ കൂട്ടക്കൊല. നേതാജിയുടെ നേതൃത്വത്തിലെത്തിയ ജപ്പാൻ സേനയെ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യം കീഴ്പ്പെടുത്തിയത് നാഗ ഗോത്രവിഭാഗങ്ങളുടെ സഹായം ഒന്നുകൊണ്ടു മാത്രമാണ്. അതിന് പ്രത്യുപകാരമായി അവർ പണിതു നൽകിയ കൊഹിമയിലെ നാഗ ആശുപത്രിയാണ് പിന്നീട് കത്തോലിക്ക മിഷന്റെ ഈറ്റില്ലമായി മാറിയത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കത്തോലിക്ക മിഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഷില്ലോങ്ങിലാണ് 1880-ൽ. ചില ജർമ്മൻ മിഷണറിമാരാണ് ഇത് നേതൃത്വം നൽകിയത്. പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ ശ്രമത്തിന് ശേഷം 1921-ൽ ഡോൺ ബോസ്കോ സഭ വൈദികനായ ലൂയിസ് മത്യാസ് എന്ന ഇറ്റാലിയൻ മിഷണറി ഈ ശ്രമം പുനരാരംഭിച്ചു. If Salesians had not come to Northeast, what would be Northeast now? Because when Salesians came to Northeast, it was kind of backward place. There were no schools, no education, and so people were still living like in the jungle. But now, as he sees it, so much of progress has come. Schools have been opened, people are educated, there are so much educated people, the doctors here, engineers here, and all because of the work done by the first missionaries of Nagaland. ആസാം ഗവർണറുടെ പ്രത്യേക താൽപ്പര്യാർത്ഥം കൊഹിമയിലെ നാഗ ആശുപത്രിയിൽ സേവനം ചെയ്യാനെത്തിയ സ്പാനിഷ് സന്യാസിനിമാരായ സിസ്റ്റർ മർഗരീത്തയും സിസ്റ്റർ ഗൗഡലൂപ്പയും അവരുടെ ചാപ്ലിനായി വന്ന സലേഷ്യൻ വൈദികൻ മോൺസിഞ്ഞോർ ഇമ്മാനുവലും ചേർന്നാണ് നാഗാലാൻഡിലെ കത്തോലിക്ക മിഷന് തുടക്കം കുറിക്കുന്നത്. Nagaland, as you know, is a land of language and cultures. There is Angamis, Lotha, Sema, then Pachuris, then all kind of people are there, and it's land of language, and I don't know how many languages, 12 major languages and about 100 other dialects are there. And so the fathers go in there, found very difficult to adapt themselves because every time they go, shift to one place or another, they have learned a new language. So many of us were not able to learn the language. So what we did was to get the help from the people to run the institutions. പരിഷ്കൃതവും എന്നാൽ പ്രാചീനവുമായ ഒരു സംസ്കൃതിയുടെ ഉടമകളാണ് നാഗന്മാർ. അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളെ യേശുവിൻ്റെ കുരിശിൻ്റെ വഴികൾ ഇത്രമേൽ സ്വാധീനിച്ചതും അതുകൊണ്ട് തന്നെയാവണം.
നാഗാലാൻഡ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണും വരേക്കും ദൈവനാമത്തിൽ ഏവർക്കും നന്ദി, നമസ്കാരം.